ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ടാൻജൻസ് അഥവാ തൊടുവരകളാണ്. വാട്ട് ഈസ് ടാൻജൻറ്റ്? എന്താണ് തൊടുവര? എ ലൈൻ ഈസ് പാസിംഗ് ത്രൂ എ പോയിൻ്റ് ഓൺ സർക്കിൾ. അതായത് എന്താണ് തൊടുവര എന്ന് മലയാളത്തിൽ നോക്കിയാൽ, വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന വരയാണ് തൊടുവര. വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന വരയാണ് തൊടുവര. അതായത് ഇതൊരു വൃത്തമാണ്. ഇതിൽ അനേകായിരം ബിന്ദുക്കളുണ്ട്. അതിലെ ഏതെങ്കിലും ഒരു ബിന്ദു, ഈ ബിന്ദുവിൽ കൂടി ഒരു വര വരച്ചാൽ ഈ വരയെ പറയുന്ന പേരാണ് ടാൻജൻറ്റ് അഥവാ തൊടുവര. ഇപ്പോൾ തൊടുവര എന്താണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. ഒരു വൃത്തത്തിലെ അനേകായിരം ബിന്ദുക്കളിൽ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന വരയാണ് തൊടുവര അഥവാ ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് തൊടുവരയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഈ പാഠത്തിൽ നിന്നും ഒത്തിരി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പഠിക്കാം. ഒരു വൃത്തം, അതിലെ ഒരു ബിന്ദുവിൽ കൂടി ഒരു തൊടുവര വരയ്ക്കുന്നു. തൊടുവര കടന്നു പോയ ബിന്ദുവിലൂടെ വൃത്തത്തിന് ഒരു വ്യാസം വരയ്ക്കുന്നു, അതായത് ഒരു ഡയമീറ്റർ വരയ്ക്കുന്നു. ഇപ്പോൾ ഇവിടെ രണ്ട് കോണുകൾ രൂപപ്പെട്ടു. ഈ രണ്ട് കോണുകളും മട്ടകോണുകളായിരിക്കും, അതായത് റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് ഇതാണ്: ദ ടാൻജൻറ്റ് അറ്റ് എ പോയിന്റ് ടു എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിന്റ്. അതായത് വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവര ആ ബിന്ദുവിലൂടെയുള്ള വ്യാസത്തിന് ലംബമാണ്. ദ ടാൻജൻറ്റ് അറ്റ് എ പോയിന്റ് ടു എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഡയമീറ്റർ ത്രൂ ദാറ്റ് പോയിന്റ്. അതായത് വൃത്തത്തിലെ ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവര ആ ബിന്ദുവിലൂടെയുള്ള വ്യാസത്തിന് ലംബമാണ്. അടുത്തതായി പഠിക്കുന്നത് എങ്ങനെ ഒരു തൊടുവര വരയ്ക്കാം. അതിനായി ഇവിടെ ഒരു ചോദ്യം പറഞ്ഞിരിക്കുന്നു. 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ച് ഒരു തൊടുവര വരയ്ക്കുക. ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആൻഡ് ഡ്രോ എ ടാൻജൻറ്റ്. എങ്ങനെയാണ് ഒരു തൊടുവര വരയ്ക്കുക? അതിനായി ആദ്യം 3 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിളിന് 3 സെൻറ്റിമീറ്റർ റേഡിയസ് ആണ് ഉള്ളത്. അടുത്തതായി ഈ വൃത്തത്തിൽ റേഡിയസ് ടച്ച് ചെയ്ത വൃത്തത്തിലെ ബിന്ദുവാണത് ഇവിടെ വരുന്നത്. ഈ ബിന്ദുവാണ് റേഡിയസ് വരച്ച് വൃത്തവുമായിട്ട് മീറ്റ് ചെയ്ത പോയിന്റ്. ആ പോയിന്റിൽ റേഡിയസിന് പെർപെൻഡിക്കുലറായി അഥവാ ലംബമായി ഒരു വര വരയ്ക്കുക, അതായത് തൊടുവര വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് തൊടുവര വരയ്ക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്ന അളവിൽ സർക്കിൾ വരയ്ക്കുക, റേഡിയസ് വരയ്ക്കുക. ആ റേഡിയസ് സർക്കിളുമായി ടച്ച് ചെയ്ത പോയിന്റിൽ റേഡിയസിന് പെർപെൻഡിക്കുലറായി ഒരു വര വരയ്ക്കുക, അതായത് തൊടുവര വരയ്ക്കുക. ഇങ്ങനെയാണ് തൊടുവര വരയ്ക്കുന്നത്. ഇനി നമുക്ക് പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഇൻ ഈച്ച് ഓഫ് 2 pictures below, a tangent to the circle, the radius through the point of contact and another line through the center are drawn to make a triangle. Draw these in your notebook. അതായത് ചുവടെയുള്ള 2 ചിത്രങ്ങളിലും വൃത്തത്തിലെ ഒരു തൊടുവരയും തൊടുന്ന ബിന്ദുവിലേക്കുള്ള ആരവും കേന്ദ്രത്തിൽ നിന്നുള്ള മറ്റൊരു വരയും ചേർത്ത് ത്രികോണം വരച്ചിരിക്കുന്നു. ഈ ചിത്രങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുക. നമുക്കാദ്യം ഓരോ ചിത്രങ്ങളായിട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ചോദ്യത്തിലേക്ക് കടക്കാം.
ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യം 2.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു വൃത്തം വരയ്ക്കുക. ഇതൊരു വൃത്തം വരച്ചു. ഈ വൃത്തത്തിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്കറിയാം ഈ റേഡിയസും വൃത്തവുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു വര വരയ്ക്കുക, ഒരു തൊടുവര വരയ്ക്കുക. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് കോമ്പസിൽ 5 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് തൊടുവരയിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇനി കേന്ദ്രവും ഈ തൊടുവരയും ആർക്കുമായിട്ട് മീറ്റ് ചെയ്ത പോയിൻറ്റും യോജിപ്പിക്കുക. ഇനി നമുക്കിതിൽ അളവുകൾ എഴുതാം. ഈ ഒരു അളവ് 5 സെൻറ്റിമീറ്റർ ആണ്. ചിത്രത്തിലെ വൃത്തത്തിൻ്റെ റേഡിയസ് 2.5 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങനെയാണ് ആദ്യത്തെ ചിത്രം വരയ്ക്കുക. അടുത്തതായി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. ഈ ചിത്രമാണ് നമുക്ക് വരയ്ക്കേണ്ടത്. നമ്മൾ ആദ്യം വരയ്ക്കുന്നത്, തൊടുവര വരയ്ക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന അളവിൽ സർക്കിൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ചോദ്യത്തിനകത്ത് റേഡിയസ് തന്നിട്ടില്ല, റേഡിയസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ കഴിയത്തില്ല. അപ്പോഴാദ്യം റേഡിയസ് കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വൃത്തത്തിൻ്റെ റേഡിയസും ടാൻജൻറ്റും ഈ ടാൻജൻറ്റും സെൻറ്ററുമായി യോജിപ്പിച്ചിരിക്കുന്ന വരയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. അതായത് ഈ ട്രയാങ്കിൾ ഒരു മട്ടത്രികോണമായിരിക്കും, റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ഇവിടെ വരുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ റൈറ്റ് ട്രയാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ കഴിയും. റേഡിയസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. അപ്പോൾ റേഡിയസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. ഈ ചിത്രം മാത്രം ഒന്ന് മാറ്റി വരയ്ക്കാം. ഈ അളവുകൾ നമുക്കതിൽ എഴുതാം. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൂന്നാമത്തെ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത്, ചിത്രത്തിലെ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ, ഇത് രണ്ടും പെർപെൻഡിക്കുലർ സൈഡാണ്, 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റേഡിയസ് കണ്ടുപിടിക്കും. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ സൈഡ് തന്നെയാണ്. അപ്പോൾ ഞാനത് എഴുതുകയാണത്. പെർപെൻഡിക്കുലർ സൈഡ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്താണ്, റേഡിയസ് ആണ്, റേഡിയസ്. പൈതഗോറസ് സിദ്ധാന്തത്തിൽ എങ്ങനെയാണ് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കുന്നത്? റൂട്ട്, ഇവിടെ മട്ടകോണിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഹൈപ്പോട്ടനസ് ആണ്, കർണമാണ്. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ആയിരിക്കും. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് റൂട്ട് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്, 16 ആണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 ആണ്. ഈക്വൽ ടു റൂട്ട് 16 മൈനസ് 4 എത്ര കിട്ടും? 12 എന്ന് കിട്ടും. 12 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അതുകൊണ്ട് തന്നെ റൂട്ട് എടുക്കാൻ കഴിയത്തില്ല. അതിനാൽ 12നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. 4 × 3 എന്ന് എഴുതാം. 4 × 3 12 ആണ്. 4 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അതുകൊണ്ട് 4നെ റൂട്ടില്ലാതെ നമുക്ക് 2 ആയിട്ട് എഴുതാം. 3 പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അപ്പോൾ 3 റൂട്ടിൽ തന്നെ കാണിക്കുക. ഈ 2ഉം റൂട്ട് 3യുടെ വില കൊടുക്കുക. 1.73 കൊടുക്കുന്നുള്ളൂ, 2 കൊടുക്കുന്നില്ല. 2 പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനം കൊടുക്കുക. ഇനി 2ഉം 1.73യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻ്റ് മാറ്റുക. 173 എന്ന് കിട്ടും. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6, 14, റിമൈൻഡർ 1, 2 plus 1, 3, 2, റിമൈൻഡർ 1 plus 3. പോയിൻ്റ് ചേർക്കുക. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനം, ഉത്തരത്തിൽ വലതെന്ന് 1, 2 2 സ്ഥാനം മാറ്റി പോയിൻ്റ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ
3.46 എന്ന് കിട്ടും. 3.46 നമുക്ക് എന്തായാലും സ്കെയിൽ എടുക്കാൻ കഴിയത്തില്ല. 3.46നെ നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം? 3.5 ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ചിത്രത്തിൽ വരയ്ക്കേണ്ട സർക്കിളിൻ്റെ റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ വൃത്തത്തിൻ്റെ റേഡിയസ് കിട്ടി, അത് 3.5 സെൻറ്റിമീറ്റർ ആണ്. 3.5 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. ഈ സർക്കിളിൻ്റെ റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആ സർക്കിള് റേഡിയസും കൂടി മീറ്റ് ചെയ്ത പോയിൻ്റ്, ആ പോയിൻ്റ് കൂടെ റേഡിയസിന് ഒരു ടാൻജൻറ്റ് വരയ്ക്കുന്നു. അതിൻ്റെ ലെന്ത് പറയുന്നുണ്ട്, ചോദ്യത്തിൽ അതിൻ്റെ നീളം പറയുന്നുണ്ട്. ആ നീളം നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് കോമ്പസ് വെച്ചുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുക. അത് 2 സെൻറ്റിമീറ്റർ ആണ്. 2 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തുകൊണ്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ തൊടുവരയിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. അത് 2 സെൻറ്റിമീറ്റർ ആണ്. ഇനി ചെയ്യേണ്ടത് വൃത്തത്തിൻ്റെ സെൻറ്ററും ഈ ആർക്കുമായിട്ട് യോജിപ്പിക്കുക. അത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കേണ്ടത്. മനസ്സിലായെന്ന് കരുതുന്നു.